ആലപ്പുഴ പള്ളിപ്പുറത്തെ 4 സ്ത്രീകളുടെ തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് വീണ്ടും ചോദ്യം ചെയ്യും. പ്രതിയെ ഈ മാസം 12 വരെ കോടതി ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. സെബാസ്റ്റ്യനുമായി ബന്ധമുള്ളവരെയും വീണ്ടും ചോദ്യം ചെയ്യും. പള്ളിപ്പുറത്തെ പുരയിടത്തിൽ നിന്ന് ലഭിച്ച അസ്ഥി കഷ്ണങ്ങളുടെ DNA പരിശോധനാ ഫലം ഈ ആഴ്ച ലഭിക്കും. ആദ്യഘട്ട ചോദ്യം ചെയ്യലുമായി സഹകരിക്കാതിരുന്ന സെബാസ്റ്റ്യനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. 7 ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ വേളയിൽ ക്രൈംബ്രാഞ്ച് വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകി. ഈ അപേക്ഷ പരിഗണിച്ചാണ് ഈ മാസം 12 വരെ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഉപദ്രവിച്ചിട്ടില്ലെന്ന് സെബാസ്റ്റ്യൻ കോടതിയെ അറിയിച്ചു. തനിക്ക് നിയമസഹായം വേണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. അതേസമയം സെബാസ്റ്റ്യന്റെ സുഹൃത്ത് റോസമ്മ, ഭാര്യ എന്നിവരെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും. ഏറ്റുമാനൂർ സ്വദേശി ജയനമ്മയെ കാണാതായ കേസിൽ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് സെബാസ്റ്റ്യനെ കോട്ടയം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. കൂടാതെ ബിന്ദു, ആയിഷ, സിന്ധു എന്നീ സ്ത്രീകളെ കാണാതായതിനു പിന്നിലും ഇയാളുടെ പങ്ക് വ്യക്തമായി. സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങളും അന്വേഷണ പരിധിയിലുണ്ട്. DNA പരിശോധനാ ഫലങ്ങൾ വരുന്നതോടെ കേസിൽ പിടിമുറുക്കുവാൻ കഴിയുമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രതീക്ഷ. മീഡിയ 1, ആലപ്പുഴ, കോട്ടയം.